ആവശ്യമുള്ളവരോട് സന്നദ്ധ പ്രവർത്തകർ കാണിക്കുന്ന അടുപ്പത്തിനും ആർദ്രതയ്ക്കും നന്ദി പറഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർച്ച് 9 വത്തിക്കാനിൽ നടന്ന സന്നദ്ധ പ്രവർത്തകരുടെ ജൂബിലി ആഘോഷത്തിന്റെ സമാപന ദിവ്യബലി സന്ദേശത്തിലാണ് മാർപ്പാപ്പ നന്ദി അറിയിച്ചത്. മാർപ്പാപ്പ രോഗബാധിതനായി ആശുപത്രിയിൽ തുടരുന്നതിനാൽ വത്തിക്കാന്റെ സമഗ്ര മനുഷ്യവികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡിക്കാസ്റ്ററുടെ പ്രിഫെക്ട് കർദിനാൾ മൈക്കൽ സെർനെയാണ് സന്നദ്ധ സേവകർക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷത്തിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചത്. വിശ്വാസവും സ്നേഹവും പ്രത്യാശയിലേക്ക് തിരിയേണ്ട കാലഘട്ടമാണെന്നും ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കണമെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. 5 ദിവസം നീണ്ട 36ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളിലേറെയും ഏതു ദിശയിലേക്ക് നീങ്ങണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയോടെ കൺവെൻഷന് സമാപനമായി. സാമൂഹ്യ തിന്മകൾക്കെതിരെ പൊരുതുന്നവരും ജനതയുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന സത്യസന്ധരായ രാഷ്ട്രീയ നേതാക്കളാണ് നാടിനാവശ്യമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. സീറോ മലബാർ സഭയെ തകർക്കുന്ന ശക്തികൾ അകത്തും പുറത്തും സജീവമായി പ്രവർത്തിക്കുന്നു. സഭാമക്കൾ ഇക്കാര്യത്തിൽ കരുതലോടെ മുന്നോട്ട് നീങ്ങണം. ഇത്തരം നീക്കങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് നേതൃസംഘം ഫാമിലി അപ്പസ്തോലൈറ്റ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതൃസംഗമത്തോടനുബന്ധിച്ച് ഗ്ലോബൽ ഭാരവാഹികളുടെ സന്ദർശനവും നടന്നു. തന്റെ കത്തോലിക്ക വിശ്വാസം പരസ്യമായി പ്രഘോഷിക്കുന്നതിൽ യാതൊരു വിമുഖതയും കാണിക്കാതെ വിശ്വാസ സാക്ഷ്യം നൽകുന്ന ഹോളിവുഡ് നടൻ മാർക്ക് വാൽബർഗ് നോമ്പ് ചിന്തകളുമായി രംഗത്ത്. ആരെങ്കിലും ആത്മാർത്ഥതയോടെ അവരുടെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. നോമ്പുകാലത്തിന്റെ ആരാധനക്രമ കാലയളവിൽ എല്ലാവർക്കും കൂടുതൽ മികച്ചത് ചെയ്യാൻ കഴിയുമെന്നും കൂടുതൽ പശ്ചാത്തപിക്കേണ്ട സമയമാണെന്നും മാർക്ക് പറഞ്ഞു. കഷ്ടപ്പാടും നഷ്ടവും പരാജയവും ഉണ്ടാകും. എന്നാൽ ആ സാഹചര്യങ്ങളെ നന്ദിയോടെയും വിലമതിപ്പോടെയും നേരിടാനുള്ള ഏക മാർഗം ദൈവവുമായുള്ള ഒരു ബന്ധം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. യേശു ക്രിസ്തുവിലും അവിടുത്തെ സ്നേഹത്തിലും വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളും വീഴ്ചകളും പരാജയത്തിൽ അവസാനിക്കുന്നില്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. കഴിഞ്ഞ ദിവസമാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. നമ്മുടെ പരീക്ഷണങ്ങൾ പരാജയത്തിൽ അവസാനിക്കുന്നില്ല. കാരണം നാം തിന്മയിൽ നിന്ന് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ മുന്നിൽ വിമോചനത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും പുതിയ പാത തുറക്കുന്നുവെന്നും മാർപ്പാപ്പ പ്രസംഗത്തിൽ പങ്കുവച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.